രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുമെന്ന കാര്യത്തിൽ തീരുമാനമുടൻ ഇന്നോ നാളെയോ ഏത് മണ്ഡലം ഒഴിയുമെന്നതിൽ തീരുമാനം പ്രഖ്യാപിക്കും. വയനാട് ഒഴിയുകയും റായ്ബറേലി നിലനിർത്തുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസിലെ ധാരണ. ഉത്തരേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കണക്കിലെടുത്താണ് തീരുമാനം. രാഹുൽ ഒഴിയുന്ന വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ നൽകും. നോബിൾ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? AICC നേതൃത്വം നൽകുന്ന സൂചനകൾ എന്താണ്? നികേഷ്, വയനാട് റായ്ബറേലി മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മണ്ഡലം നിലനിർത്തുകയും ഒരു മണ്ഡലം ഒഴിയുകയും വേണം. അതിനുള്ള അവസാന തീയതി നാളെയാണ്. നമുക്ക് മനസ്സിലാവുന്ന പ്രകാരമാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയും ഒപ്പം റായ്ബറേലി നിലനിർത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം. ഒപ്പം റായ്ബറേലിയുമായുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ ബന്ധം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വയനാട്ടിലായിരിക്കും ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഈ മണ്ഡലം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിവരങ്ങൾ ലോക്സഭാ സെക്രട്ടറിയോട് തേടിയിട്ടുണ്ട് എന്നാണ് വിവരം പുറത്തേക്ക് വരുന്നത്. നാളെയാണ് ആ അവസാന തീയതി. ഒരുപക്ഷെ നാളെ ആയിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നും പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ പിന്നീട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആരായിരിക്കും വയനാട്ടിലെ അടുത്ത സ്ഥാനാർത്ഥി എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ. ഇതിനോടകം തന്നെ കേരളത്തിൽ പോലും പല പേരുകളിലേക്ക് എത്തിച്ചു എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കെ മുരളീധരൻ ആ സീറ്റ് നൽകണം എന്ന ഘടകകക്ഷികൾ ഉൾപ്പെടെ UDF-ൽ ആവശ്യം ഉന്നയിച്ച് നമ്മൾ കണ്ടതാണ്. ഒപ്പം മറ്റു പല പ്രമുഖ നേതാക്കളും ആ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തുണ്ട് എന്നവരും പുറത്തേക്ക് വരുന്നു. വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനായാസമായി വിജയിച്ച് കയറാവുന്ന ഒരു സീറ്റാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ആ സീറ്റിന് വേണ്ടി ആളുകളുടെ താല്പര്യം വർദ്ധിക്കും എന്നും നേതൃത്വത്തിന് കണക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ദേശീയ നേതൃത്വത്തിന് ഇതിൽ ചില പദ്ധതികൾ ഉണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പ്രത്യേകിച്ച് നേരത്തെ ഈ മണ്ഡലം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് വയനാടിനും അതോടൊപ്പം തന്നെ റായ്ബറേലിക്കും സന്തോഷം നൽകുന്ന തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പല കോൺഗ്രസ് നേതാക്കളും അത്തരത്തിലുള്ള സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൂടി പ്രതിപക്ഷത്തിന് ആവശ്യമാണെന്ന വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ കണ്ടുവരുന്നത്. പക്ഷേ ആ പ്രഖ്യാപനം ഉടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിലവിൽ രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞ് 6 മാസത്തേക്ക് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയുള്ളൂ. ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിന് സാധ്യതയുള്ളൂ. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടൻ തന്നെ ഹൈക്കമാൻഡ് നൽകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഏതാണെങ്കിലും നിലവിൽ വയനാട് രാഹുൽ ഗാന്ധി ഒഴിയും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ട്. പക്ഷേ ആ പ്രഖ്യാപനം എന്ന് വരും ഇന്നോ അല്ലെങ്കിൽ നാളെയാണോ വരിക എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സസ്പെൻസ് നിലനിൽക്കുന്നത്. രികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നോബിൾ മാരിക്കാരൻ.